കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുമായി ചെറിയ ഉന്തും തള്ളുമുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, കുറച്ചു നേരമായിട്ട് അവർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. കുമ്പളയിലെ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ നീക്കുകയാണ്. പിണറായി വാക്ക് പാലിച്ചില്ല. പാദങ്ങൾക്ക് വേണ്ടിയാണ് പൊരുത്തുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയോ? അരുൺകുമാർ, മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ മാറ്റിയിട്ടില്ല. ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ഈ സമരക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയമായി ദേശീയപാതയിൽ ഈ രണ്ട് ഭാഗവും അടച്ചിട്ടുകൊണ്ട് ഇത്തരം പ്രതിഷേധം തുടരുന്നത്. അതായത് റോഡിന്റെ രണ്ട് ഭാഗവും പ്രവർത്തകർ, ഈ സമരക്കാർ ഉപരോധിക്കുകയായിരുന്നു. വലിയ ഗതാഗതം പൂർണ്ണമായും ദേശീയപാതയിൽ സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ സമരക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. MLA ഉൾപ്പെടെ, മഞ്ചേശ്വരം MLA AK അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത്. MLA ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടിയിലേക്കാണ് പോലീസ് എന്തായാലും പോകുന്നത്. ഏറെ സമയം ദേശീയപാതയിൽ ഇത്തരത്തിൽ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് പോലീസ് നേരത്തെ തന്നെ നൽകിയിരുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. MLA ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ നിലവിൽ ഏകോപിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ സമരക്കാരുടെ ഭാഗത്ത്, ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായത്. ഇന്ന് രാവിലെ 7:45 മുതൽ ഈ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഈ ടോൾ പ്ലാസയുടെ 100 മീറ്റർ ഇപ്പുറമാണ് പോലീസ് ബാരിക്കേഡ് തീർത്ത് ഈ സമരക്കാരെ തടഞ്ഞത്. പിന്നീട് സമരക്കാർ രണ്ട് സംഘങ്ങളായി റോഡിന്റെ രണ്ട് ഭാഗങ്ങളും, ദേശീയപാതയുടെ രണ്ട് ഭാഗങ്ങളും ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാസർഗോഡ് മംഗളൂരു ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ ഇത്തരത്തിൽ ഗതാഗത തടസ്സത്തെ തുടർന്ന് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീണ്ടും പോലീസ് ബലം പ്രയോഗിച്ച് കൂടുതൽ സമരക്കാരെ ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് സാഹചര്യം പോകാനുള്ള സാധ്യതയാണുള്ളത്. ഈ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് പോലീസിന്റെ വലിയ വിന്യാസവും ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ടോൾ പ്ലാസയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഈ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി 500ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ഓരോ സമരക്കാരെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മഞ്ചേശ്വരം MLA റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യം പോവുകയാണ്. അറസ്റ്റ് വഴങ്ങാൻ തയ്യാറല്ല എന്നതാണ് MLAയുടെ നേതൃത്വത്തിലുള്ള സമരക്കാർ പറയുന്നത്. പോലീസ് കൂടുതൽ പോലീസുകാരെ എത്തിച്ചുകൊണ്ട് ഈ സമരക്കാരെ ഓരോരാളെയായി ഇവിടുന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ പ്രവർത്തകർ അത് ചെറുക്കുന്നുണ്ട്. സമരക്കാർ ചെറുക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇതുവരെ MLA കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടില്ല. MLA ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് സമരം ഇത്തരത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പൂർണ്ണമായും ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു സമരം അനുവദിക്കില്ല. അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നതാണ്. അതിനിടയിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി MLAയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. അവർ ഈ ടോൾ പിരിവിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു. അതോടെയാണ് വീണ്ടും ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടർന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് SP MLA അറിയിച്ചത് കൃത്യമായി ഇത്തരത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം അനുവദിക്കില്ല എന്നുള്ളതാണ്. തുടർന്നാണ് പോലീസ് ഈ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടിയിലേക്ക് ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സമരം. പൂർണ്ണമായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ പ്രവർത്തകരെ, കൂടുതൽ സമരക്കാരെ ഇപ്പോൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്തു നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുള്ള ഉണ്ടാവുന്നത്. BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇതിന്
ഒരു കാരണവശാലും സമ്മതിക്കില്ല. പോലീസ് പോലും ഈ ജനത്തിനെതിരെയാണ് അരുൺ മുപ്പറമ്പ ഇപ്പോൾ MLA അടക്കം അവിടെ നിന്ന് നീക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ MLA പോലീസിന് വിട്ടുകൊടുക്കുന്നില്ല. നേരിയ തോതിലുള്ളൊരു ബലപ്രയോഗം നടക്കുന്നുണ്ട്. MLA അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുമോ? എന്താണ് അവിടെ നിന്ന് മാറ്റാനാണോ നീക്കം? MLAയുടെ പ്രതികരണം കൂടി നമുക്ക് കൊടുക്കാം. MLA ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ MLA ഈ കസ്റ്റഡിക്ക് വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ ഈ ടോളിനെതിരെയുള്ള സമരത്തില് പോലീസ് കാണിക്കുന്നത് ധിക്കാരപരമാണ്. ഒരു ജനകീയ സമരമാണ് നടത്തുന്നത്. കോടതിയിലുള്ള കേസിരിക്കുമ്പോൾ എന്തിന് തകൃതി പിടിച്ചിട്ട് ടോൾ നടപ്പിലാക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്താലും നിരന്തരമായി സമരം നടത്തി ഈ ടോൾ ബൂത്ത് തുടങ്ങാൻ ഒരിക്കലും അനുവദിക്കില്ല. അരുൺകുമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട MLA പറയുന്നത് ഹൈക്കോടതിയിൽ ഇതിൽ ഹർജിയുണ്ട്. ഹൈക്കോടതിയിൽ ഈ ടോൾ പിരിവിനെതിരെ ഹർജി നൽകിയിരിക്കുന്നിടെ അല്ലെങ്കിൽ കോടതി എടുക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി ഓക്കെ, ഇപ്പോൾ കുമ്പളയിലെ ടോൾ പ്ലാസയുടെ പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ഇപ്പോൾ MLA നീക്കം ചെയ്യുകയാണ്. അതിനെതിരെ ദേശീയ ആക്ഷൻ കമ്മിറ്റി പോലീസുകാരുമായിട്ട് ഉന്തും തള്ളുമുണ്ടാവുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി കുമ്പളയിൽ ദേശീയപാത ഉപരോധിക്കുകയാണ്. കുമ്പളയിലെ ടോൾ പിരിവിൽ പ്രതിഷേധിച്ച് ആരിക്കാടൻ ടോൾ ഗേറ്റിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുമ്പളയിലെ പിരിവിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം. MLAയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. MLA ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. MLA പക്ഷേ വിട്ടുകൊടുക്കാൻ ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയിലെ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MLA പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒപ്പം മറ്റു പ്രതിഷേധക്കാരെയും ബലം പ്രയോഗിച്ച് ദേശീയപാതയിൽ നിന്ന് നീക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ട് കുറച്ചു നേരമായി. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം എത്തിയാണ്. M. അഷ്റഫ് MLAയും ഒപ്പം തന്നെ മറ്റ് ദേശീയപാത ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെയും പോലീസ് നീക്കം ചെയ്യുന്നത്. അരുൺ മുപ്പറമ്പ, ഇപ്പോൾ MLA വണ്ടിയിലേക്ക് കയറ്റുകയാണോ? അരുൺകുമാർ MLA ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വണ്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഈ സമരക്കാരുടെ ഭാഗത്ത് ഇത് ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമുണ്ടായി. പക്ഷേ ഇത് പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയാണ്. റോഡിൽ കിടന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. MLA അഷ്റഫിനെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നു. ബസ്സിനുള്ളിലേക്ക് കയറ്റുകയാണ്. കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ MLA അടക്കമുള്ള ദേശീയപാത ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ ആരിക്കോടി ടോൾ ഗേറ്റിലെ പ്രവർത്തകരാണ്. 25 കിലോമീറ്ററിനിടെ 2 ടോൾ പിരിവ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നതിനകത്തൊരു കഥയുണ്ട്. അന്യായമാണ്. 20 കിലോമീറ്റർ ഒരു ടോൾ ബൂത്ത്. ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും സംസാരിച്ചു. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ധിക്കാരപരമായ അഹങ്കാരത്തോടു കൂടിയാണ് ഈ ടോൾ ഇപ്പൊ ഇവര് തുടങ്ങുന്നത്. ഒരു കാര്യം പറയുന്നു, ഞങ്ങളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാം. ഇന്ന് വൈകുന്നേരം വീണ്ടും നിരന്തര സമരത്തിലൂടെ ഈ ടോൾ ഞങ്ങൾ പൂട്ടിക്കും. ഒരു കാരണവശാലും ഈ ടോൾ തുറക്കാൻ അനുവദിക്കില്ല. ഇത് ധിക്കാരമാണ്. പോലീസ് കാണിക്കുന്നത് വളരെ ക്രൂരമാണ്. ഒരു ജനകീയ സമരത്തിനെതിരെയാണ് പോലീസ് ഞങ്ങളെ തല്ലിച്ചതച്ച് കൊണ്ടുപോകുന്നത്.
കുമ്പളയിലെ ടോൾ ഗേറ്റിന് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ 1.5 മണിക്കൂറായി ദേശീയപാത ഉപരോധിച്ച ദേശീയപാത ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെയും MLA-യും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അവിടെ ബലപ്രയോഗത്തിലൂടെയാണ് MLA-യും പ്രതിഷേധക്കാരെയും പോലീസ് നീക്കിയിരിക്കുന്നത്. ഈ പ്രതിഷേധം തുടരും. 25 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. 25 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. MLA-യുമായി പോലീസ് വാഹനം നീങ്ങുകയാണ്. അരുൺ പൂപ്പറമ്പ്, അതോടുകൂടി ഇപ്പോൾ ഉപരോധം അവസാനിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ദേശീയപാത ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും, അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുമോ? ആ ഉപരോധം ഇപ്പോൾ താൽക്കാലികമായി മാത്രമാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നതാണ് നിലവിൽ ഈ ആക്ഷൻ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇപ്പോൾ ഗതാഗതം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കുമ്പളയിലെ പ്രശ്നം താൽക്കാലികമായ പ്രശ്നമല്ല, കുമ്പളയിലെ സമരം, ആ സമരം അവർ പറയുന്നതിന് ന്യായമുണ്ട്. 25 കിലോമീറ്ററിൽ 2 ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ടോളിന് കൊടുത്താലേ ഈ 25 കിലോമീറ്റർ പോകാൻ പറ്റത്തുള്ളൂ. അതെന്താണ്, എന്ത് ന്യായം?